ഭക്തി ജഗദംബേ പ്രേമം ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈശ്വരാവതാരങ്ങളിൽ വെച്ച് ഏറ്റവും പൂർണ്ണവും ഹൃദയകാരിയുമാണ് ശ്രീകൃഷ്ണാവതാരം എന്ന് പറയും. എന്നുവെച്ചാൽ ഗീത എടുത്ത് നോക്കുമ്പോഴും ഓരോ തലത്തിലുള്ളവരെയും എങ്ങനെ കണ്ട്, കുട്ടികളോട് എങ്ങനെ, ചെറുപ്പക്കാരോട് എങ്ങനെ, സ്നേഹിച്ച് കാമുകന്മാരോട് എങ്ങനെയാണ് നീങ്ങിയത്, രാജ്യം എങ്ങനെ ഭരിക്കണം, മിലിറ്ററിക്കാരന് കൊടുക്കേണ്ട ഉപദേശം എന്താണ്, നമ്മൾക്കൊന്ന് അടിക്കുന്നവൻ എങ്ങനെ ആയിരിക്കണം, ഇതിനെല്ലാം അതിൻ്റെ സ്ഥാനം കൊടുത്ത്. ഗീതയിലെ കൃഷ്ണൻ ചിരിക്കുന്ന കൃഷ്ണനാണ്, അത് ആത്മതത്വത്തിൻ്റെ കൃഷ്ണനാണ്, അകത്തും പുറത്തുമുള്ള യുദ്ധത്തിൻ്റെയും കൂടാണ്. പിന്നെ ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മൾ തളരാതെ പ്രായോഗികമായി മുന്നോട്ട് പോകാം, അത് ശരിക്ക് ആ ധർമ്മം എല്ലായിടത്തും ഉണ്ട്. റോഡിൻ്റെ ധർമ്മം പോലെ ഒരു ഓഫീസിന് ഒരു നിയമാവലി, ഇതിനൊരു നിയമാവലി ഉണ്ടാവുമല്ലോ. ഒരു കുടുംബത്തിന് എങ്ങനെ, അച്ഛനെങ്ങനെ, അമ്മയോടെങ്ങനെ ഇപ്പം പറയാൻ പറ്റത്തില്ല. അന്ന് അതാണ് സമൂഹത്തിൽ കീഴ്വഴക്കവും അച്ചടക്കവും താളലയും കൊണ്ടുവന്നത്. അത് ഏത് വീട്ടിലും ആവശ്യമായിരുന്നു. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ആകർഷണം വിട്ട റോക്കറ്റ് പോലായി. എവിടെ ചെന്ന് വീഴുമെന്ന് അറിയില്ല, എവിടെ ചെന്ന് എത്ര പേരെ കൊല്ലാൻ പോകുന്ന അറിയില്ല. ഇനി മൂല്യങ്ങൾ വിട്ട് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ പോക്കറിയില്ല. ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരു എഴുത്തുകാരൻ ട്രെയിനിൽ കയറി, ചക്രമൊന്ന് ഇടയ്ക്ക് വെച്ച് ടിക്കറ്റ് കാണിക്കുക പറഞ്ഞു. അപ്പോൾ അവൾ പോക്കറ്റിൽ തപ്പുക അങ്ങോട്ടും ഇങ്ങോട്ടും. ടിക്കറ്റ് പോയെങ്കിൽ പോട്ടെ, എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങ് എല്ലാവരും അറിയുന്ന ആളാണ്. അങ്ങക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ടിക്കറ്റ് തരാം, അത് പറഞ്ഞാൽ മതി. അതാണ് എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇതുപോലാണ് നമ്മുടെ ജീവിതം. ഒരു ലക്ഷ്യം നമുക്കില്ല. ഇത് നാൽക്കവലിൽ നിന്നുണ്ട്, എങ്ങോട്ട് പോകണം അവിടെ നിന്നുകൊണ്ട് ഇരിക്കുക. എങ്ങോട്ട് പോകും? നാൽക്കവലിൽ നിൽക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ജീവിതം. ഒരു ലക്ഷ്യമില്ല. ഏതാ വഴി, എങ്ങോട്ട് പോകണം, തെക്കോട്ട് പോകണം, വടക്കോട്ട് പോകണമെന്നില്ല. നമുക്ക് എന്തൊരു ലക്ഷ്യം വേണമെങ്കിൽ നമുക്ക് അത് ഉന്മേഷവും ഉത്സാഹവും നമ്മളെല്ലാ എനർജിയും ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ കൃപയും നമ്മളിലേക്ക് വരുന്നത്. മികവും നിസ്സംഗതയും സൗന്ദര്യവും ഭഗവത് കർമ്മങ്ങളുടെ മുഖമുദ്രയാണ്. നിസ്സംഗതയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെള്ളം കിടക്കാം, വെള്ളത്തിനകത്ത് വെള്ളം കയറുമ്പോഴാണ് വെള്ളം മുങ്ങുന്നത്. അപ്പോൾ ലോകത്ത് ജീവിക്കുമ്പം നമ്മൾ അത് ഉള്ളിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി ശ്രമം നമുക്ക് നടത്തുന്നത് നല്ലതാണ്. ആഗ്രഹമില്ല ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ മൂല്യം കൂടി വേണം. ഈ മൂല്യം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. മൂല്യം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. ആധ്യാത്മം മനസ്സിലാക്കിയാൽ ആ സ്നേഹം, ദയ, കരുണ, ക്ഷമ ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. മറക്കാനും പൊറുക്കാനും. ആ മൂല്യം പോയപ്പോൾ എല്ലാം കുടുംബത്തിൽ നിന്ന് അംഗങ്ങൾ, സഹോദരങ്ങൾ അകലുന്നു, തന്നെ മക്കളിൽ നിന്ന് അകലുന്നു, അച്ഛനിൽ നിന്ന് മക്കളും അകലുന്നു. അങ്ങനെ അകന്നകന്നകന്നകന്നകന്നകന്നകന്ന് ദ്വീപിലേക്കായി, ഓരോരോ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവനെന്നും അവനകന്നു, തന്നിന്നും താനകന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ശത്രുക്കളാക്കി. അവസാനം തനിക്ക് രക്ഷയില്ല, ആരും കൂട്ടില്ല. ഒരു ഈഗോ ഉള്ള ഒരാളെ നമ്മൾക്ക് കാര്യം സാധിക്കാൻ വേണ്ടി അയാളോട് തിരിച്ച് കാണിച്ചാലും ഉള്ളുകൊണ്ട് തിരിക്കും. ഉള്ളുകൊണ്ട് അയാളോട് സ്നേഹിക്കാൻ തോന്നത്തില്ല, ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ തോന്നില്ല. ഉള്ളുകൊണ്ടുള്ള സ്നേഹം പറഞ്ഞാൽ വിനയമാണ്. നമ്മൾ മൂത്തവരെ തൊട്ടുപോഴും അപ്പോൾ അവരെ കൈ ഇങ്ങനെ വയ്ക്കും. അവരുടെ ഉള്ളിൽ നിന്നൊരു അലുവ് നമുക്ക് കിട്ടും, അവർ എനർജി പാസ് ചെയ്യും. ഈ ആന്തരികമായിട്ട് ചെയ്ത ഗുണമൊന്നുമില്ല,
സ്വാഭാവികമായിട്ട് വരണം. മറ്റുള്ള റെസ്പെക്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ കൃപയ്ക്ക് പാത്രമാകും. 2 പേര് ഇൻ്റർവ്യൂവിന് പോയി. 2 പേർക്കും 10 ചോദ്യം ചോദിച്ചു. ഒരാൾ 10 ഉത്തരം കൊടുത്തു, ഒരാൾ 10 ചോദ്യത്തിന് 8 ഉത്തരം കൊടുത്തുള്ളൂ. പക്ഷേ ജോലിക്കെടുത്ത് 8 ഉത്തരം കൊടുത്തവനാണ്. കാരണം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് മനസ്സിനെ അലിയിച്ചത് ആ പയ്യനോടാണ്. ഏത് കർമ്മത്തിനും കൃപ വേണം. കൃപയ്ക്ക് നല്ല കർമ്മങ്ങൾ നമ്മളുണ്ടായിരിക്കണം. പ്രേമഭക്തിയുടെ പറ്റാത്ത ഗംഗ മനുഷ്യ മനസ്സാകുന്ന വിളഭൂമിയിലൂടെ ഒഴുകാൻ ഭഗവാന്റെ ജന്മവും ജീവിതവും കാരണമായി. ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടായാലും ഈശ്വരനോട് പ്രേമമില്ലെങ്കിൽ, നിഷ്കളങ്കമായ ഭക്തി ഇല്ലെങ്കിൽ ജീവിതത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല, സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ തത്വം ശരിക്കും ആ ഒരു പ്രേമം കൊണ്ട് മാത്രം ആകുന്നില്ല. ആ പ്രേമം സകല ചരാചരത്തിലും ഒടും വരുമ്പോഴാണ് ജീവിതം സൗന്ദര്യമാക്കുന്നത്, നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്, മറ്റവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലും ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ സ്വാധീനം കാണാം. മധുരഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവൃക്ഷം കാണുന്നവർക്കെല്ലാം ആനന്ദവും, വഴി നടന്ന് തളർന്നവർക്ക് ആശ്വാസവും, വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണവും നൽകും. അതുപോലെ ഭഗവാന്റെ ജന്മം എല്ലാവരുടെയും സൗഭാഗ്യമായി മാറി. നമ്മുടെ ജീവിതപാതയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതവും സന്ദേശവും പ്രചോദനമായി, മാർഗദീപമായി, പരമലക്ഷ്യമായി എന്നും ശോഭിക്കട്ടെ. എല്ലാവരും നല്ല കർമ്മം ചെയ്യാനും ആ കൃപയ്ക്ക് പാത്രമാകാനും മക്കളെ പരമാത്മാവിൽ സമർപ്പിക്കുന്നു. കൃപ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മുരളീധര സുന്ദര രൂപം ഹരിചന്ദന ചച്ചിതഗാത്രം യമുനാതട കുഞ്ജ വിഹാരം ഋതുനാദമരംഗ സമ്മാനം. മുരളീധര സുന്ദര രൂപം ഹരിചന്ദന ചച്ചിതഗാത്രം യമുനാതട കുഞ്ജ വിഹാരം ഋതുനാദമരംഗ
ഭവസാഗര താരണ നിപുണം പശുപാലക ബാലക മനുഷ്യ വിധിഭാവയ ഭാഗവരദ ശരണാഗത പാവന നിരണം ഭവസാഗര താരണ നിപുണം പശുപാലക ബാലക മനുഷ്യ മുരളീധര സുന്ദര രൂപം ഹരിചന്ദന ചച്ചിതഗാത്രം യമുനാദള കുഞ്ജ വിഹാര യദുനാദമനംഗ സമാഗം മുരളീധര സുന്ദര രൂപം ഹരിചന്ദന ചച്ചിതഗാത്രം കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. I humbly bowed down at Amma's lotus feet. I told you that I had an impression of myself being fearless for the first 20 years of life with Amma. There was no trace of fear in my conscious mind, and suddenly this trial jumped out of nowhere. Amma gave me clear indication of something coming. Still, I knew not what was really in store for me. To cut a long story short, I was diagnosed with a severe cervical disc prolapse. Out of the blue arose fear and anxiety about the future. I was gripped by dread. My main fears were, will I be able to serve Amma like before? Will I be able to travel with Amma? Amma's presence and words gave me strength. However, this experience was a major event in my life, as everything seemed to be falling apart as though it was the end of my life. There was pitch darkness with no light at the end of the tunnel. Everything was going smoothly, and this thing hit me like a thunderbolt. The passing of each moment was like a journey through ages. Helpless as I was, all that I could do was cry profusely. I shed buckets of tears every day and prayed with all my heart for inner strength, love, and faith. Like a celebrated psychologist, psychiatrist par excellence, Amma guided me through every step of the experience, instilled faith and confidence, and helped me to overcome my fear. Even so, it took over 6 months to move out of the darkness that had enveloped me. Perhaps the experience was a design of Amma to exhaust my deep-seated karmic residue that remained within me so that my forward journey would be smoother. After meeting Amma, when I looked back, I always felt that from the moment I took birth, the moment I came out of my mother's womb, Amma was preparing me.
just as the bhajan, just as the lines from Amma's bhajans. ആ ജീവരാശിക്ക് മുക്തി നേടാൻ സജ്ജീകരിക്കുന്നു വിശ്വമമ്പ. The Divine Mother Amma is preparing this world for every single species of living being to be liberated. I mean, it's not just only about me, it's about every one of us. And this preparation is happening. So the most significant point in that change in my perception that Amma brought in made it easier for me to see the whole thing in a positive light, and success followed. So my feeling that I was fearless wasn't real. It was there always dormant in me all throughout my life until that point. So you see the pendulum, right? Moving from one extreme to the other. It's not uncommon to see a bird suddenly entering our house. The creature immediately senses that it is in a closed space. In its effort to escape, the bird flutters all around the room, hits all the four walls, sometimes on the fan, and eventually it flies out of the open window. Ignorant as we are, we try to help the bird find its way out. And in that process, we make the poor bird get more frightened. And in that fear, it may hit harder on the walls and get wounded or even die. So what is the best way to save the bird in such a situation? First, make sure that all the windows are open. All the doors or windows are open. Secondly, just sit quietly and watch. In a few moments, the bird on its own will find its way out. And this is what Amma is doing. She's just watching. All the doors or windows are open. And we can, in her presence, save ourselves. Similar is the way to eliminate disturbing thoughts. Remain open and watch quietly. They will disappear by themselves. So rather than getting anxious and agitated, stay calm and watch the emotional swinging of the pendulum of the mind. Keep observing more and more closely. And as your observation gains depth, the swinging gradually slows down, giving way to stillness. Recently, I heard Amma saying, a meditative observation of the mind, its various states, will reveal to us that all feelings, negative and positive, are just the imaginations of the mind. None of them stays. And we have the experience that imagination is the nature of the mind, and almost everyone imagines all sorts of possible and impossible things. People who work in the world are more practical, I would say. However, I must say, spiritual seekers are more imaginative than anyone else, with the exception of some filmmakers, authors, artists, and innovative engineers. And imagination is certainly good. It's certainly good. Nonetheless, we shouldn't become obsessed with it. Imagination will certainly help us awaken the inner potential and the creative energy in us. However, it is equally important not to let loose of that energy of imagination run wild, which can be destructive. Once we become a victim, the mind will exploit our vulnerability and will act as a never-ending supplier of every kind of imagined negativity. See, that's what happened in my case. Because when the doctor started telling all these details, I began to imagine. Right? I mean, similar is the case with most of us. And as you can imagine, most of them will be just nonsensical. The pendulum is in action, physically, mentally, emotionally.
intellectually, and in some people even spiritually during waking, dream, and deep sleep state.